ഹലോ ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സാറ്റർഡേ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതി. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് എൻ്റെ മാവ് സെറ്റായോ എന്ന് നോക്കുക. കാരണം അത് സെറ്റായി പുളിച്ച് പൊന്തിയിരിക്കുന്നു എന്ന് കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സന്തോഷം വരും. പക്ഷേ ഈ പൊങ്ങിയിരിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ മാവിൻ്റെ. അപ്പം ഭയങ്കര കട്ടിയായിരുന്നു. കാരണം ഞാൻ ഇഡ്ഡലി റൈസ് കൊണ്ടാണ് ഞാൻ ഇത്തവണ അപ്പം ഉണ്ടാക്കിയത്. അത് ശരിയാകത്തില്ല. പിന്നെ സുവർണാമ്മനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞ് ഇഡ്ഡലി റൈസ് വെച്ച് അപ്പം ഉണ്ടാക്കിയത് ഇങ്ങനെ റബ്ബർ പോലെ ഇരിക്കുന്നു. അങ്ങനെ കടലക്കറിക്കകത്ത് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അതൊക്കെ സെറ്റാക്കി. പിന്നെ ഞാൻ കുറച്ച് നട്ട്സൊക്കെ തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ദേ നിന്ന് കഴിക്കുവാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നേ. അങ്ങനെ ആദ്യത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സിറ്റി സെൻറ്ററിൽ പോയി അതെല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു 12:30 മണിയായി കാണും നമ്മുടെ ലുലുവിൽ വന്നു. അപ്പോൾ ലുലുവിൽ വന്ന് എനിക്ക് വേണ്ട പച്ചക്കറികൾ, മീൻ, ഇറച്ചി, അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതെല്ലാം അതൊക്കെ വാങ്ങി വന്ന് അപ്പോൾ വീട്ടിൽ ഞാൻ ചോറും മീൻ കൂട്ടാനും അവിയലും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വിശപ്പ് അങ്ങ് തുടങ്ങി. ഒരു 3-3:30 ആയപ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് അങ്ങ് വിശന്ന് തുടങ്ങി. പിന്നെ ഞാൻ ഒന്നും വിചാരിച്ചില്ല. ലുലുവിൻ്റെ തൊട്ടടുത്ത് നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ 2-3 തവണ പോയിട്ടുണ്ട്. 3-4-5-6 തവണ പോയിട്ടുണ്ട്. അവിടെ ചെന്ന് നല്ല അടിപൊളി ഷുഗർ ഫ്രീ ചായയും പൊറോട്ടയും ബീഫ് കറിയും പറഞ്ഞു. അപ്പോൾ പൊറോട്ട പൊതുവേ ഞാൻ അതിനെതിരാണെങ്കിലും ഈ ഒരു പൊറോട്ട, അവിടുത്തെ പൊറോട്ട നല്ല സ്വർണ്ണവർണ്ണ നിറമുള്ള അടിച്ച് പരത്തിയ ലെയറായിട്ടുള്ള പൊറോട്ടയാണ്, കിടിലനാട്ടോ. അതുപോലെ തന്നെ ബീഫ് കറിയും ഔട്ട്സ്റ്റാൻഡിങ് ആണ്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട നാടൻ സ്പൈസി ബീഫ് കറി പറയണം കേട്ടോ. അത് നല്ല എരിവും നല്ല ചൂടും കൂടി ആവുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ കണ്ണടച്ച് കഴിക്കും. അപ്പം ഞാൻ പൊറോട്ടയും ബീഫും പറഞ്ഞെങ്കിലും ഞാനത് കുറച്ച് കഴിച്ചിട്ട് ബാക്കി വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ വീട്ടിൽ വന്നോടനെ തന്നെ എനിക്ക് കുറിച്ച് മീൻ കണ്ടപ്പോൾ ഒരുപാട് നാളായിരുന്നു ഇത് കഴിച്ചിട്ട്. അപ്പം തന്നെ ഞാൻ കല്ലുപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത്. കാരണം ഇത് വൈകുന്നേരം ഉച്ചയ്ക്ക് ചോറ് കഴിക്കാഞ്ഞുകൊണ്ട് ചോറ് കഴിച്ചില്ലേ പറ്റൂ. രാത്രി ചോറും കറിയൊക്കെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ അയല പൊളിച്ചതും ഇരിപ്പുണ്ടായിരുന്നു, അയലയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് പൊരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അപ്പം തന്നെ ഇത് നല്ല അടിപൊളിയായിട്ട് തേച്ച് കഴുകിയെടുത്ത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് പെരിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചേക്കാമെന്ന് ഓർത്തു. ഒരു 7-7:30 ആകുമ്പോൾ എടുത്ത് പുറത്ത് വെച്ചാൽ മതിയല്ലോ. ഞാൻ എന്തായാലും 7 മണിക്ക് മുമ്പ് അത്താഴം കഴിക്കത്തില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ എല്ലാവർക്കും എങ്ങനെയുണ്ട്? സുഖമല്ലേ? നന്നായിരിക്കുന്നില്ലേ എല്ലാവരും? അപ്പോൾ എൻ്റെ ഈ ലെങ്തി വീഡിയോയും ഒക്കെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.